നമ്മളിപ്പോൾ എല്ലാവരും സർവീസ് റോഡുകളിലൂടെയാണ് പോകുന്നത്. അതായത് ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ സർവീസ് റോഡാണ്. ഇനി മുതൽ 2 വീലേഴ്സിനും 3 വീലേഴ്സിനും എന്ന് പറഞ്ഞാൽ സർവീസ് റോഡ് മാത്രമാണ് ലോങ് റൂട്ട് വരെ പോകാൻ ഉപയോഗിക്കേണ്ടത്. കേരളം മൊത്തം ഓടുന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് മാത്രമേ ഇനി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് NH-66 ബൈപ്പാസ് ഹൈവേ ഇനി മുതൽ എക്സ്പ്രസ് ഹൈവേ ആക്കി മാറ്റുന്ന. അതായത് എക്സ്പ്രസ് ഹൈവേയിൽ 2 വീലേഴ്സും 3 വീലേഴ്സും അലൗഡല്ല. 4 വീലേഴ്സും ഹെവി വണ്ടികളും മാത്രമാണ് അതിലൂടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷിച്ചതാണ് ബൈപ്പാസ് ഹൈവേയിലോട്ട 2 വീലേഴ്സിനും പോകാമെന്നുള്ളതൊക്കെ കരുതി. ആദ്യം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതവർ മാറ്റി. എന്ന് വെച്ചാൽ ഈ കാറുകാരുടെ തെമ്മാടിത്തരം കൊണ്ടുതന്നെ. കാരണം കാറുകാരെ അടിച്ച് കയറുന്നതും പിന്നെ വെച്ചാൽ ബൈക്കുകാരുടെ കസർത്തും ഇത് രണ്ടും പറയാം. അതായത് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പിന്നെ ഹൈ സ്പീഡ് ട്രാക്കിൽ നിന്ന് നേരം പിന്നെ സ്ലോ ട്രാക്കിലേക്കൊക്കെ കയറുന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട്. പക്ഷേ അതിലും കൂടുതൽ ഇപ്പം തെമ്മാടിത്തരം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കാറുകാരാണ്. അറിയാലോ നിങ്ങൾക്ക്, ബൈപ്പാസ് ഹൈവേയിലോട്ട് കാറുകാർ കളിക്കുന്ന കളി. ഇൻഡിക്കേറ്റർ പോലും ഇടാണ്ടാണ് സ്പീഡ് ട്രാക്കിലൊക്കെ കയറുന്നത്. സ്ലോ ട്രാക്കിൽ നിന്ന് സ്പീഡ് ട്രാക്കിലൊക്കെ സഡനായിട്ട് കയറും. മീഡിയം ട്രാക്കിലില്ലാവന്മാർ നോക്കി നിൽക്കും. എന്നാൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട്. അപ്പോൾ അതൊക്കെ വിടാം. ഇന്നലെ ഞാൻ രാത്രിക്ക് പിന്നെ നമ്മളെ താഴെ വക്കളത്ത് വീടിലേക്ക് പോയതാണ്. വീടിലേക്ക് എന്ന് പറഞ്ഞാൽ 11:30 രാത്രി 11:30 അർജൻറ്റായിട്ട് പോയതാണ്. ഒരു ചെറുനാരങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുനാരങ്ങ വാങ്ങിയിട്ട് പോകുമ്പം വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. വരുന്ന വഴി താഴെ വക്കളത്തുനിന്ന് ധർമ്മശാലേൻ്റെ പകുതി വരെ എൻ്റെ പൊന്നു ഞാൻ എത്താൻ പറ്റ പാട്. അതെന്ന് വെച്ചാൽ ഓരോ ഭാഗത്ത് വെട്ടിക്കുമ്പോൾ കുഴികളാണ്. ഓരോ ഭാഗത്ത് വെട്ടിക്കുമ്പോൾ വണ്ടി വെട്ടിച്ചെടുക്കുമ്പോൾ കുഴികൾ. അപ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയൊരു ആക്സസ്, ഞാൻ ആക്റ്റീവയിലാണ്. ഓവർടേക്കിന് അറിയാലോ, ആക്സസ് അത്യാവശ്യം ബെസ്റ്റ് സാധനമാണ്. ഈ ഓവർടേക്ക് ചെയ്ത പോയ ചങ്ങായി അടുത്ത കുഴിയിൽ വീണു. പുള്ളിക്ക് മനസ്സിലായി ഈ ഓവർടേക്ക് ചെയ്താൽ സ്പീഡ് പോയാലും ശരിയാവില്ല. അപ്പോൾ അതാണ് അവസ്ഥ, മൊത്തം കുഴികൾ. അപ്പോൾ ഈ വെള്ളം നിറഞ്ഞ് നിൽക്കുമ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുമ്പം അതിൽ എത്ര വലിയ കുഴിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ വക്കളത്തുനിന്ന് പിന്നെ ധർമ്മശാല വരെ പോയാൽ നിങ്ങൾക്ക് തിരിയും. മേലെ വക്കളത്തുനിന്ന് താഴെ വക്കളം വരെയില്ല ആ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ AKG സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ, ആ ഭാഗത്താണ്. നിങ്ങളൊന്ന് പോയി നോക്ക്, രാത്രി പോയി നോക്ക്, അന്നേരം മനസ്സിലാവും. ഞാൻ ഇന്നലെ വീഴാതെ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ദൈവഭാഗ്യം കൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ വീണെന്ന് വിചാരിച്ചതാണ്. കാരണം വെട്ടിച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ പെട്ടു. കാരണം രാത്രി 11:30 എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വണ്ടി കുറയും. പക്ഷേ എന്നാലും നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും കാറുകാരെ അധികം സ്പീഡിപ്പില്ല. കാരണം അവന്മാർക്കും പെടി കിട്ടി. റോഡിൽ അത്രയും ശോചനീയ അവസ്ഥയാണ് അതും സർവീസ് റോഡ്. അപ്പോൾ ഈ ഫൈൻ അടിക്കുമ്പം പിന്നെ ആദ്യം എന്താ പറയണ്ടേ, നമ്മളെ MPDയും അതേപോലെയുള്ള എന്താ പറയണ്ടേ ആളുകളൊക്കെ ഫൈൻ അടിക്കുമ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥയും കൂടി ഒന്ന് നോക്കണം. കാരണം അത്രയും റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ പോകുന്നത് ഇമാതിരി എന്താ പറയണ്ടേ ചെളിക്കുണ്ടുകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നത്.